തൊട്ടപ്പുറത്തിരിക്കുന്നത് ആരാന്ന് കൂടെ നമ്മൾ അറിയില്ല. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് 2AC ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാണ്. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, 2ACയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ അത് ഓക്കെ ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നമുക്ക് ഓരോ സീറ്റിനും ഇങ്ങനെ ഒരു സെറ്റ് പില്ലോയും പിന്നെ ഒരു ബ്ലാങ്കറ്റും ഒരു ബെഡ്ഷീറ്റും പോലെ നമുക്കൊരു സാധനം തരും. ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഓരോ ദിവസം നമുക്ക് പുതിയതായിട്ട് അവർ നമുക്ക് തരും. പിന്നെ സൈഡിലും മുകളിലും താഴെ നമുക്ക് പ്ലഗ് ഇൻ പോയിന്റ്സ് ഉണ്ട്. ചാർജ് ചെയ്യാനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. മുകളിലും താഴെയും സെപ്പറേറ്റ് ഉണ്ട്. ഇപ്പുറത്ത് വരികയാണെങ്കിൽ സെപ്പറേറ്റ് അല്ല, മുകളിലാണുള്ളത്. അപ്പൊ താഴെ ഇരിക്കുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ എല്ലാ സൈഡിലും കർട്ടൻസ് ആണ്. നമുക്ക് ഫുള്ളായിട്ടൊരു പ്രൈവസി കിട്ടും. തൊട്ടപ്പുറത്തിരിക്കുന്നത് ആരാന്ന് കൂടെ നമ്മൾ അറിയില്ല. സോ ഈ സൈഡിൽ കുറച്ചുകൂടി പ്രൈവസി എന്ന് പറയാം. കാരണം ഇരിക്കുന്ന സീറ്റ് ഫുള്ള് കർട്ടൻസ് ആണ്. ഇപ്പുറത്ത് ഒറ്റ ഒരു കർട്ടൻ ആണ്. സോ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. ഈ സൈഡിൽ ഫുള്ളി പ്രൈവസിയാണ്. നോർമൽ സ്ലീപ്പറിനെ കാറ്റിയും വെച്ച് നോക്കുമ്പോൾ ഒരു പൊട്ടിക്ക് വീതി കൂടുതലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഈ സീറ്റ്. പക്ഷേ സൈഡിലത്തെ സീറ്റുകൾ സൈഡ് ലോവർ സൈഡ് അപ്പുറം കുറച്ച് വീതി കുറവാണ്. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് വീതിയിൽ നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡ് ചൂസ് ചെയ്യരുത്. ഈ ലോവറും അപ്പുറം വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. പിന്നെ ടോയ്ലറ്റ്സ് ഒക്കെ ആണെങ്കിൽ സാധാരണയുള്ള ടോയ്ലറ്റിനെ കാറ്റും ഇവിടെ ക്ലീൻ ആയിരിക്കും. ടോയ്ലറ്റ് കാണാനൊക്കെ നമ്മുടെ പഴയ സ്ലീപ്പറിലെ പോലത്തെയൊക്കെ തന്നെ. പക്ഷെ നമുക്ക് ഇവിടെ ഹാൻഡ് വാഷ് ഉണ്ടാവും. പിന്നെ അവരിടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യും. വൃത്തിയില്ലാണ്ട് കിടക്കണം ഞാൻ കണ്ടിട്ടില്ല. 2 ദിവസമായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ എസിക്കോ പ്ലഗ് ഇൻ പോയിന്റ്സിനോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, അവരപ്പം തന്നെ വരും. അപ്പൊ കുറച്ച് പ്രൈവസി ഒക്കെ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് AC എന്തായാലും ചൂസ് ചെയ്യാം.